ഹായ് ഓൾ, കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മോട്ടിവേഷണൽ സ്റ്റോറിയോ സ്പീച്ചോ ഒന്നുമല്ലേ. ഇന്നിപ്പം വന്നിട്ട് ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് മാലദ്വീപ്സിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നെടുത്ത കുറച്ച് വീഡിയോസ്. അപ്പോൾ ഞാൻ ഇന്ന് ഐലൻഡിൻ്റെ പേര് തൊടു എന്നാണ് ഐലൻഡ്. അപ്പോൾ അവിടെ മെയിൻലി ടൂറിസ്റ്റ് വിസിറ്റാണ്, അവിടെ കൃഷിയാണ് കൂടുതലും. അപ്പോൾ ഞാനിതിൻ്റെ ഒരു കുഞ്ഞു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഇടുന്നത്. ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട് തന്നെ ഞാൻ പടപടാ എടുത്ത വീഡിയോ ആണ്. നമ്മളിതേ ആ കൃഷി കാണാൻ പോകുന്ന സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ്. അപ്പം നല്ല മരങ്ങളൊക്കെ വെച്ച് നല്ല വൈബാണ് നമുക്ക് സന്ധ്യ നേരത്തൊക്കെ നടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ മറ്റേ ബാറ്റ്സിൻ്റെ ബഹളമൊക്കെ കേൾക്കാം. പിന്നെ നടന്ന് വന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് ആദ്യം കണ്ടത് പാവയ്ക്കയാണേ. പാവയ്ക്കൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ ഞാനങ്ങ് കാണിച്ചു കേട്ടോ. പിന്നെ അതെ നമ്മുടെ കപ്പയ്ക്ക, അതും കോമൺ ആണ്, നാട്ടിലറിയാവുന്നതിന് വെറൈറ്റി ആയിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ അതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാലുള്ള കപ്പയ്ക്ക, നാട്ടിലെ ആൺകപ്പയ്ക്ക എന്ന് പറയും. ഞങ്ങളുടെ അവിടെയൊന്നും ഇതെടുക്കില്ല കേട്ടോ, ഈ വാലുള്ള കപ്പയ്ക്ക ഉപയോഗിക്കാറില്ല. പക്ഷെ ഇവിടെ ദേ അത് ഒരു സെപ്പറേറ്റ് സെക്ഷനിൽ തന്നെ അവർ ഇത് വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, വാലുള്ള കപ്പയ്ക്ക. പിന്നെ അല്ലാണ്ട് സാധാ കപ്പയ്ക്കയും അവർ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും ദേ പാവയ്ക്ക അങ്ങനെ നിരത്തി പിടിച്ച് വെച്ചിരിക്കും കേട്ടോ. പിന്നെ ഏറ്റവും വലിയ രസം, ഇതൊന്നും ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടത്തില്ല, ഇതെല്ലാം അവർ കയറ്റി അയക്കുകയാണ്. കയറ്റി അയക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എപ്പോൾ പോയാലും കിട്ടുന്നത് ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും മാത്രമാണ്. അല്ലാണ്ട് ഇവിടുത്തെ സാധനങ്ങളൊന്നും കിട്ടത്തില്ല എന്നല്ല, കിട്ടുമായിരിക്കും, ഞാൻ പോയിട്ടൊന്നും കണ്ടിട്ടില്ല. ഉണ്ടെങ്കിലും നല്ല വിലയിലാണ് വിൽക്കുന്നത്. അപ്പോൾ അതായത് കൂടുതൽ അവർ കയറ്റി അയക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ മെയിൻ എന്ന് പറയുന്നത് കൃഷിയാണ്. ബംഗാളികളെ നിർത്തിയാണ് പണിയെടുപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അതേ ഇതാണ് കേട്ടോ, തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. പിന്നെ തേങ്ങയ്ക്ക് നല്ല വിലക്കുറവാണ് കേട്ടോ. ഇവിടുത്തെ 5 മാൽഡിയൻ റൂഫിയാണ് ഒരു തേങ്ങയ്ക്ക്. പിന്നെ അതെ ഇതാണ് വെറൈറ്റി വെജിറ്റബിൾ. ഞാൻ നാട്ടിൽ കണ്ടിട്ടേ ഇല്ല ഈ സാധനം. അപ്പോൾ അതെ ഇത് കണ്ടിട്ട് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ കനം കുറഞ്ഞതാണെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ടത്. അപ്പോൾ ഇത് നല്ല കിടിലനായിട്ടൂടെ നല്ല നമ്മൾ മെഴുകു പോലെ എന്നൊക്കെ പറയില്ലേ, അമ്മാതിരിയാണ് പിടിച്ച് നിൽക്കുന്നത്. തൊട്ട് നോക്കുമ്പോഴൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നത്. അപ്പം ഇതെന്താ സാധനമെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഈ കായ എന്താണ്, അല്ലെങ്കിൽ ഈ വെജിറ്റബിളിൻ്റെ പേരെന്താണെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് മറ്റേ നമ്മുടെ കപ്പയ്ക്ക് പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഞാൻ എന്തുകൊണ്ട് ഇത് വീഡിയോ എടുത്ത് ചോദിച്ചൂടാ നിങ്ങളോട്, എന്താ ഈ സാധനം എന്നുള്ളത്. അപ്പോൾ ഇതറിയാവുന്നവരുണ്ടെങ്കിൽ പറയുക കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ അകത്തോട്ടൊന്നും എൻട്രി അത്രയ്ക്കില്ല കേട്ടോ, അവർ ആളുകൾ നിർത്തി പണിയെടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ സ്പീഡിന് ഒന്ന് ജസ്റ്റ് കയറി ഒന്ന് സൈഡിൽ നിന്ന് സൂം ചെയ്തെടുക്കുന്ന വീഡിയോ ആണ്. അതിൻ്റേതായ ക്ലാരിറ്റി കുറവും കാണും. പിന്നെ ഞാൻ ഇങ്ങനെ വഴിയേ നടന്നപ്പോഴത്തേക്കൊക്കെ ഇത് കണ്ടോ, മെക്കാവോ പോകുന്ന എന്ത് വലിയ മെക്കാവോ അല്ലേ, അതിനിങ്ങനെ കയറ് കെട്ടി ഒരു ചങ്ങല പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ മാലിയും മുളകുകളാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു നമുക്ക് കടൽ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ വന്നിട്ട് ഇതേ ഇവിടെ എൻഡിൽ വന്ന് നിന്ന് താഴോട്ട് ഇറങ്ങിയില്ല കേട്ടോ. അവിടെയൊക്കെ ഭയങ്കര സ്ലിപ്പറിയാണ്. പിന്നെ സ്ലിപ്പറി ആണെങ്കിലും ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊന്നും കുഴപ്പമില്ല. അവർക്ക് ഇതേ അങ്ങ് വരെയൊക്കെ നടന്നു പോവാം. ആ ബോട്ട് അവിടെ കെട്ടിയിരുന്ന കണ്ടില്ലേ, അപ്പം നമുക്ക് അങ്ങ് വരെയൊക്കെ നടന്നു പോവാം. അതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. കടലിൽ നമുക്ക് ആഴമില്ലല്ലോ. അപ്പോൾ ഇവിടെ ആ സന്ധ്യ നേരത്തൊക്കെ നിൽക്കാൻ നല്ല വൈബായിരുന്നു കേട്ടോ. എന്തോ ഭയങ്കര കാറ്റും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സന്ധ്യ ആയതുകൊണ്ട് തിരിച്ചു വന്നു. മൊത്തം വാവലുകളുടെ സൗണ്ടൊക്കെ ആയി കേട്ടോ, ഭയങ്കര ബഹളം. അത് മാത്രമല്ല കുയിലുമായിട്ടൊരു കോമ്പറ്റീഷൻ തന്നെ വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നത് ഹാർബർ വഴിയാണ്. ഹാർബറിൽ ഇങ്ങനെ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സന്ധ്യ നേരത്തൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. ഒരു ഇളം കാറ്റിൽ നമുക്കിങ്ങനെ ഏകാന്തതയായിട്ട് അല്ലെങ്കിൽ ഏകാന്തമായിട്ടൊക്കെ നമുക്കിങ്ങനെ ഇരുന്ന് നമുക്ക് പലതും ആലോചിക്കും. നമുക്ക് പല പല ഐഡിയാസൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിരുന്ന പൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് പിന്നെ വീണ്ടും ഇടാം കേട്ടോ. ബൈ ടാറ്റ.